ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു വെൽഡിംഗ് മെഷീൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇസാബ് എന്ന കമ്പനിയുടെ എക്സ്പെർട്ട് വെൽഡ് 200 എന്ന മോഡൽ വെൽഡിംഗ് മെഷീൻ. ഇതിപ്പോൾ ഏകദേശം ഒരു 1-1.5 ആഴ്ചത്തോളമായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഇതിനെ പറ്റിയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം. ആൾറെഡി ഞാനിത് അൺബോക്സ് ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് വീണ്ടും അത് ആ ബോക്സിലേക്ക് തന്നെ വെച്ചതാണ്. അപ്പോൾ നോക്കാം. ഇതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളുമാണ്, ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ, അതുപോലെ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണത്. അതേപോലെ തന്നെ ഇതിൻ്റെ പോസിറ്റീവ് കേബിളാണ്. ഏകദേശം ഒരു 1.5-2 മീറ്ററോളം നീളത്തിലുള്ള കേബിളാണ് ഇത്. അത്യാവശ്യം നല്ല കേബിളാണ്, നല്ല ബലമുള്ള കേബിളാണ്. അതുപോലെ ഹോൾഡറും വളരെ നല്ല ഒരു ഹോൾഡറാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബലമുള്ള ഒരു ഹോൾഡറാണ്. അതേപോലെ തന്നെ നെഗറ്റീവ് കേബിളും പോസിറ്റീവ് കേബിളും ഒരേ വലിപ്പത്തിൽ തന്നെ ഉള്ളതാണ്. ഇതിൻ്റെ ഈ നെഗറ്റീവിൻ്റെ ഈ കണക്ട് ചെയ്യാനുള്ള ഈ ക്ലാമ്പ് ഉണ്ടോ, നല്ല ടൈറ്റ് ആയിട്ടുള്ള നല്ല ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണെന്നാണ് തോന്നുന്നത്. നമുക്ക് ഏറ്റവും അവസാനം നമ്മുടെ മെഷീന് പുറത്തേക്ക് എടുക്കാം. സാധാരണ വെൽഡിംഗ് മെഷീനുകൾക്ക് ഒരു 2 വയർ മാത്രം ഔട്ട്പുട്ടായിട്ട് വരാറാണ് പതിവ്. ഈ മെഷീൻ കണ്ടോ 3 പിൻ ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. 3 പിൻ ആണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഷോക്കിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് നമ്മുടെ വെൽഡിംഗ് മെഷീന് എന്തെങ്കിലും എർത്ത് ലീക്കേജോ ഇതിനകത്ത് ബോഡിയിലേക്ക് എന്തെങ്കിലും ടച്ച് ആവുകയൊക്കെ സംഭവിച്ചൊക്കെ കഴിഞ്ഞാൽ എർത്ത് ലീക്കേജ് എർത്ത് വഴി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇതിൻ്റെ പുറകിലായിട്ടാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഹാൻഡിലുണ്ട് ഇവിടെ പിടിക്കാനുള്ളത്. അതേപോലെ തന്നെ ഇത് നമുക്ക് ഒരു ബാഗ് പോലെ കഴുത്തിലിട്ടുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ കേബിൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കേബിളാണല്ലോ, അപ്പോൾ നമുക്ക് നമ്മുടെ തോളിലൊരു ബാഗ് പോലെ ഇട്ടിട്ട് അങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇതിൻ്റെ ആംബിയർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ് കാണാൻ പറ്റും. ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഇതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനലുകളും വരുന്നത്. പിന്നെ സാധാരണ ചില മെഷീനുകൾക്കൊക്കെ ഡിസ്പ്ലേയിൽ എത്ര ആംബിയർ എന്ന് കാണിക്കുന്നൊരു ഇത് ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇതിൽ അങ്ങനെ ഒരു ഡിസ്പ്ലേ ഇല്ല എന്നുള്ളതാണ്. വെറും 2 കിലോ 900 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ തൂക്കം എന്ന് പറയുന്നത്. ഹൈറ്റ് എന്നുള്ളത് 192 mm, നീളം 248 mm, വീതി 98 mm ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. വളരെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനുമാണ്. ഇനി നമ്മളിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ നെഗറ്റീവ് കേബിൾ ഞാൻ എടുത്തിട്ടുണ്ട്. നെഗറ്റീവ് കേബിൾ നമ്മൾ മെഷീൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ ഒരു ലെഗിലായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. പ്രസ് ചെയ്തതിനു ശേഷം വലത് സൈഡിലേക്ക് തിരിച്ചു വെക്കുക. അങ്ങനെ ആകുമ്പോൾ ലോക്കായി കിടക്കും. അതേപോലെ തന്നെ ഇനി പോസിറ്റീവ് കേബിൾ കണക്ട് ചെയ്യാണ്. അതും ഇതേപോലെ തന്നെ അടിയിലായിട്ടുള്ള ലെഗിലായിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക. അതിനുശേഷം വലത് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ലോക്കായി കിടക്കുന്നതാണ്. അതിനുശേഷം ഈ പവർ പ്ലഗിലായിട്ട് നമ്മൾ ഈ മെഷീനിന്റെ പിന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുറകിലുള്ള ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ഓൺ ആകും. കണ്ടോ, ഇപ്പൊ ഓൺ ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു വെൽഡിംഗ് റോഡ് എടുത്തിട്ട് ഹോൾഡറിൽ കണക്ട് ചെയ്തു. അതേപോലെ തന്നെ നെഗറ്റീവ് ടെർമിനൽ നമ്മൾ വെൽഡ് ചെയ്യാനുള്ള വർക്ക് പീസിന് കണക്ട് ചെയ്യുക. ആംബിയർ മാക്സിമത്തിലാണ് ഇപ്പൊ ഇട്ട് വെച്ചിട്ടുള്ളത്. മാക്സിമം ലോ ആംബിയർ ഇട്ട് വെക്കാം. ആംബിയർ കുറവാണ്, കുറച്ച് കൂട്ടി കൊടുക്കാം. മെഷീനിൻ്റെ ആംബിയർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് 2 ഇൻഡിക്കേറ്ററുകൾ കാണാൻ പറ്റും. ഒരു ഗ്രീനും ഒരു യെല്ലോവും.
ഈ മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ചെയ്ത് കിടക്കുകയാണെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രീൻ ഇൻഡിക്കേറ്റർ തെളിയുന്നത്. അതേപോലെ തന്നെ മെഷീൻ ഓവർ ഹീറ്റായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മെഷീൻ ഓഫ് ആവും. ആ സമയത്താണ് ഈ യെല്ലോ ഇൻഡിക്കേറ്റർ കത്തുന്നത്. അത് ആ ഹീറ്റ് എല്ലാം മാറി നോർമൽ കണ്ടീഷൻ ആവുന്ന സമയത്ത് മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. അപ്പോൾ മാത്രമാണ് ഈ യെല്ലോ ഇൻഡിക്കേറ്റർ ഓഫ് ആവുന്നത്. അങ്ങനെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം കൂടി മെഷീനിന് ഈ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷീന് പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് ആവുകയില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ആർക്ക് സ്റ്റെബിലൈസേഷൻ വളരെ ക്വാളിറ്റി ഉള്ളതാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. തുടക്കക്കാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്ത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതുകൊണ്ട് വെൽഡ് ചെയ്താൽ വളരെ കണ്ണിങ് ആയിട്ട് നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 6 മാസത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് കമ്പനി കൊടുക്കുന്നത്. ഈ വാറണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ ഒന്നും ചെയ്യേണ്ടതില്ല. എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അവരുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് നമ്മുടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ കംപ്ലൈൻറ്റ് അവർ രജിസ്റ്റർ ചെയ്തിട്ട് നന്നാക്കി തരും എന്നാണ് കമ്പനി പറയുന്നത്. വെൽഡിങ്ങിൽ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്കും അതുപോലെ എക്സ്പേർട്ടായിട്ടുള്ള വെൽഡർമാർക്കും അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വെൽഡ് ചെയ്യുന്ന ആളുകൾക്കും തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാവുന്ന ഒരു നല്ല മെഷീനായിട്ടാണ് എനിക്കിതിനെ തോന്നിയിട്ടുള്ളത്. ആരെങ്കിലും ഈ ഒരു മെഷീൻ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നല്ല പ്രൊഡക്റ്റാണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ കൂട്ടുകാർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഉപകാരപ്പെടട്ടെ എന്ന നിലക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം. മറ്റൊരു മെഷീനുമായിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. എത്ര ആംബിയർ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്പ്ലേ. വെൽഡിങ് കുറച്ചൊക്കെ പഠിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ ഡിസ്പ്ലേയിലൊന്നും നോക്കിയിട്ടല്ല വെൽഡിങ് ഒന്നും ചെയ്യുന്നത്. അത് നമ്മൾ വെൽഡിങ് ആംബിയർ കുറവാണെന്ന് നമുക്ക് വെൽഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മൾ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കും. അതല്ല കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിൻ്റെ ഇപ്പോഴത്തെ വില എന്നത് 7500 രൂപയാണ്. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത ശനിയാഴ്ച. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അടുത്ത ശനിയാഴ്ച. ഗുഡ് ബൈ.